ഹലോ. അപ്പൊ എന്താ ഒന്ന് ചുന്ദരിയായല്ലോ, എന്താ പറയാ, ഗെറ്റ് റെഡി വിത്ത് മീ അല്ലെ. അടുത്ത കാലത്തൊന്നും ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടിട്ടില്ല കേട്ടോ. ഷാമ്പു ഒക്കെ ഇട്ടതാണ് കേട്ടോ. അതാണ് പ്രേതങ്ങളെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന മുടി. അപ്പൊ നമ്മുടെ കണ്ണട അത് വേണ്ട, നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ എന്താ, മുടി ഹെയർ ബാൻഡ് ഒന്നും ഇല്ല കേട്ടോ. അവളുടെ അടുത്ത് ആകെ 2 ഉള്ളൂ. അത് എടുത്തിട്ട അവൾ എന്നെ തല്ലാൻ വരും. അപ്പൊ അതൊന്നും നമുക്ക് വേണ്ട. അപ്പൊ നമ്മുടെ സാധാരണക്കാരുടെ ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. ഇത് കണ്ടോ, ഇത് 3 വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരുങ്ങാൻ പോകുന്നത് കേട്ടോ. സത്യം പറയാലോ, പുറത്തു പോകുമ്പോൾ ഇത് മാത്രമാണ് എൻ്റെ ഒരുക്കം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെടുത്തു 10 രൂപയുള്ളൂ കേട്ടോ. കാലങ്ങളായിട്ട് എൻ്റെ കൂടെ കൂടിയവനാണ് ഇവൻ കേട്ടോ. വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കട്ടെ ഇവനാകുമ്പോൾ വേഗം നമ്മുടെ അടുത്തുള്ള കടയിൽ പോയിട്ട് 10 രൂപ കൊടുത്തിട്ട് ഓടിപ്പോയി വാങ്ങിയിട്ട് വരാം. അല്ലാതെ ഒരുപാട് വില കൊടുത്തിട്ട് വാങ്ങാനും അത് സ്ഥിരമായി ഉപയോഗിക്കാനും നമുക്ക് സാധാരണക്കാരാണ് എന്തായില്ല. അപ്പൊ ഇവനാവുമ്പോ സ്ഥിരമായിട്ട് കൂടെ കൊണ്ട് നടത്താട്ടോ. തേച്ചപ്പോ തന്നെ അവന്റെ വ്യത്യാസം കണ്ട്. എന്തിനാ മക്കളെ ഫൗണ്ടേഷനൊക്കെ നോക്കൂ, വ്യത്യാസം സൂപ്പറല്ലേ? സൂപ്പറാട്ടോ. കുറെ കാലങ്ങളായിട്ട് എന്റെ കൂട്ടുകാരനാണ് ഇവൻ. അടുത്ത് നമ്മുടെ പോൺസിന്റെ സാദാ പൗഡർ എടുത്തിട്ട് നമ്മൾ നല്ലോണം പോണം ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോ അതിന് പൗച്ചും കാര്യങ്ങളൊന്നുമില്ല, കൈ മതി. നമ്മുടെ കൈയാണ് എപ്പോഴും നമുക്ക് നടക്കുള്ളൂ. അപ്പൊ അതിട്ടു. എന്താ ലുക്കായില്ലേ കാണാന്? ആളെ മാറിയല്ലോ, സുന്ദരി ആയോ? സുന്ദരിയല്ലേ? പറയണം കേട്ടോ. എന്തായാലും താഴെ കമന്റ് ചെയ്യണം. അടുത്തതായിട്ട് നമ്മുടെ കൺമഷി കേട്ടോ. കൺമഷി എഴുതണം. ഐലൈനറൊന്നും എഴുതണില്ല കേട്ടോ. അതൊന്നും സ്ഥിരമായിട്ട് നമ്മൾ എഴുതാറില്ല. അപ്പൊ പെട്ടെന്ന് കിട്ടുന്നത് നമ്മുടെ കൺമഷിയാണ്. വേഗം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കണ്ണുകളുടെ ഭംഗി നോക്കൂ. പേടിക്കരുത് കേട്ടോ. ആരും കണ്ണ് കണ്ടിട്ട് ആരും പേടിക്കരുത്. കുറച്ച് ഉണ്ടക്കണ്ണാണ് കേട്ടോ. ഒരുപാട് പേര് പറയലുണ്ട് കേട്ടോ ഉണ്ടക്കണ്ണാണെന്ന്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഗെറ്റ് റെഡി വിരിവ് കഴിഞ്ഞു. ഇനിയിപ്പോൾ മുടിയൊക്കെ ഒന്ന് ഒതുക്കാം. അയ്യോ, അതാ കൺമഷി ആയിപ്പോയി കേട്ടോ. ഒന്ന് തടച്ചെടുത്തു. ഇനിയിപ്പോൾ മുടിയൊക്കെ നല്ല പോലെ ഒന്ന് ചീവി ഒതുക്കുക. കൈയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, വേറൊന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ പുറത്ത് പോകാനുള്ള ഒരുക്കമൊന്നുമല്ല കേട്ടോ. ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യണം തോന്നി, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സാധാരണക്കാരുടെ ഒരുക്കം ഇത്രയാണെന്നൊന്ന് കാണിക്കണം തോന്നി. അപ്പൊ അതുകൊണ്ടുള്ള വീഡിയോ ആണ്. എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം പോയി താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എന്തിനാ ഒരുപാട് പ്രൊഡക്റ്റുകൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല അല്ലെ. ഇങ്ങനെ ഒരു 3 പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്താണ് അപ്പോ? സൂപ്പർ അല്ലേ? സുന്ദരിയായില്ലേ? ഇത്ര പോരെ നമുക്ക്? ഞാൻ പിന്നെ പറയണ്ട, സുന്ദരിയാണ്. ഒന്നുമില്ലാത്ത വെറുതെ പറഞ്ഞു പോയതാണ്. എന്നാലും സുന്ദരിയല്ലേ? സൂപ്പർ അല്ലേ? അപ്പൊ എന്താ, അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം പോയിട്ട് താഴെ നിന്ന് കമന്റ് ചെയ്തോളൂ. പൂർണ്ണമായിട്ടില്ല കേട്ടോ, മറന്നുപോയി. ഇതെന്റെ കൂടെ പറപ്പാ. കൂടെ അല്ലെങ്കിൽ ഇവൻ പ്രശ്നം ഉണ്ടാക്കും, വേറൊന്നല്ല, തലവേദന ഉണ്ടാക്കും. അപ്പൊ അതും കൂടെ ഇട്ടാലേ നമ്മുടെ ഫൈനൽ ലുക്ക് വരുള്ളൂ റഷീനാന്റെ. ഇതാണ് അപ്പൊ റഷീനാന്റെ ഫൈനൽ ലുക്ക്. റഷീന മാക്സിമം ഇങ്ങനെയാണ് കേട്ടോ പോവല്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത് പ്രൊമോഷൻ വീഡിയോ വരുമ്പോൾ മാത്രം. അപ്പൊ